ഇപ്പോഴും പറയാണ്, ഇന്നും ഞാൻ കൊല്ലം സുധിയുടെ വൈഫ് രേണു സുധി തന്നെയാണ്. നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ വേറൊരാളുടെ ഭാര്യ ആയാൽ എന്റെ കഴുത്തിൽ വേറൊരാൾ താലിയോ മിന്നോ മെഹറോ എന്ത് വേണം കെട്ടിയാൽ ഞാൻ ആ പേര് മാറ്റും. ഈ ഒരു വീഡിയോന്റെ അടിയിൽ വന്ന കമന്റുകൾ എത്രത്തോളം മോശപ്പെടുത്തി ഒരു സ്ത്രീയെ പറയാൻ പറ്റുമോ അത്രത്തോളം പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള കൊല്ലം സുധിയെക്കുറിച്ചും കൊല്ലം സുധിയുടെ ഇഷ്ടം പോയോ, അദ്ദേഹത്തോടുള്ള 100% അഗാധമായ പ്രണയം കുറഞ്ഞോ, നിനക്ക് നാണമില്ലേ, പിന്നെ ബോഡി ഷെയ്മിങ്ങിൻ്റെ അയ്യൊരു കളി. ഈ സ്ത്രീ പറഞ്ഞതിൽ എന്താണ്, രേണുസുധി പറഞ്ഞതിൽ എന്താണ് ഒരു തെറ്റുള്ളത്? വേറൊരാളെ വിവാഹം കഴിച്ചൂടെ? അവരുടെ ഭർത്താവ് മരണപ്പെട്ട് കുട്ടികളെ നോക്കാൻ അവർ ആർട്ടിസ്റ്റായിട്ട് ഇപ്പം നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ട്. എന്തിനാണ് ഇത്രത്തോളം പ്രഷറാവേണ്ട കേസ് എന്ന് മനസ്സിലാവണില്ല. നമ്മുടെ നാട്ടിൽ മരണങ്ങൾ സംഭവിച്ചിട്ടില്ലേ? ഭർത്താക്കന്മാർ മരിച്ചിട്ട് ഭാര്യമാർ വേറെ കല്യാണം കഴിച്ചിട്ടില്ലേ? ഭാര്യമാർ മരിച്ചിട്ട് ഭർത്താക്കന്മാർ വേറെ കല്യാണം കഴിക്കുന്നില്ലേ? ഇത്ര മോശമായിട്ടൊക്കെ പറയാൻ മാത്രം ഉണ്ടോ ഇതിലൊക്കെ?